അപ്പോഴാണ് ചീറിപ്പാഞ്ഞ ഒരു ഇന്നോവ കാർ വരുന്നത്. വണ്ടി ചവിട്ടി നിർത്തുന്നു. അതിൽ നിന്ന് 2 യുവ നടന്മാർ പുറത്തിറങ്ങുന്നു. കോമഡി നടന്മാരാണ്. അപ്പൊ നിലമ്പൂർ ഇത്രയും കാലം മോശമായിരുന്നു, നല്ലതല്ലായിരുന്നു. അതെങ്ങനെ ശരിയാവും? തന്റെ പിതാവിലൂടെ 35 വർഷം ഇവിടെ ഭരിച്ചത്. ആ അബദ്ധത്തിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സാധാരണഗതിയിൽ നടന്നു പോകേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്, ഒരു ബൈ ഇലക്ഷൻ. അതിൻ്റെ മുഖം മാറി, ഭാവം മാറി, അത് ഈ കോലത്തിലായതിന് പിന്നിൽ വലിയ വലിയ കഥകളുണ്ട്. ഒരുപക്ഷെ ഇടത് ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ വലിയ കാര്യമായി എടുത്തിട്ടുണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ എലക്ഷൻ പ്രഖ്യാപിച്ചതും കാള പെറ്റു കയറെടുത്തു എന്ന് പറഞ്ഞതുപോലെ വലതുപക്ഷത്തു നിന്ന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള പങ്കപ്പാടായി, ഓട്ടമായി. ഒരു ദിവസം കൊണ്ട് തന്നെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്രയും തിടുക്കപ്പെട്ട് എന്തിനാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ചത്, ഇത്രയും പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തി എന്ന് ചിന്തിച്ചപ്പോൾ പുറത്തു വന്ന കഥകൾ വേറെയാണ്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ അരയും തലയും മുറുക്കി കച്ചകെട്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടത്രേ. പെട്ടെന്ന് ഒരാളെ തീരുമാനിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുമെന്ന് ഭയന്നിട്ടാണ് കണ്ണിൽ കണ്ട ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവനെപ്പോഴും സാവധാനത്തിൽ, സാവകാശം, സാമട്ടുകൾ നടക്കുകയാണ്. അപ്പോഴതാ വരുന്നു വലിയ കോളിളക്കം. വലതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞിട്ടും ഇടതുപക്ഷം ഇതുവരെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടില്ല. കാരണം ഇടതുപക്ഷത്തെ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല. സ്ഥാനാർത്ഥിക്ക് വേണ്ടി OLX-ൽ പരസ്യം കൊടുത്തിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ നിലമ്പൂരിന്റെ മണ്ണിലേക്ക് നിങ്ങളുടെ സ്വരാജിനെ, നമുക്കൊന്ന് നോക്കാവല്ലോ. ഇത് കേട്ടപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തോന്നി, അത് ശരിയാണല്ലോ, സ്വരാജിനെ ഇറക്കിയാൽ നന്നാവുമല്ലോ. അവർ തീരുമാനിച്ചു, ഉറപ്പിച്ചു. അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നിന്നും, തലസ്ഥാന നഗരിയിൽ നിന്നും 1000 വീല് വെച്ചൊരു തീവണ്ടി പറന്നു വരുന്നു. തീവണ്ടിയുടെ ഒറ്റമുറിയിൽ നിന്നും അങ്ങാടിപ്പുറത്ത് വന്നിറങ്ങുന്നു നിങ്ങളുടെ നിലപാടുകളുടെ രാജകുമാരൻ. അയാൾ ആരെയും ചീത്ത പറയില്ല, ആരോടും മോശമായി സംസാരിക്കില്ല, ശത്രുക്കളോട് പോലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കൂ. അയാൾക്ക് അയാളുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അയാളുടെ വഴികളുണ്ട്. അത് അയാളുടെ ബോധ്യമാണ്. ആ ബോധ്യം അയാൾക്ക് നൽകിയത് അയാൾ വിശ്വസിക്കുന്ന അയാളുടെ രാഷ്ട്രീയ ചിന്തയാണ്, പാർട്ടിയാണ്. അയാളുടെ പരന്ന വായന. എന്തിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാലും അയാൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അത് രേഖകൾ, ഡാറ്റാസ് അടക്കം കണക്കുകൾ നിരത്തി തീയതിയും മാസവും ദിവസവും മണിക്കൂറും പറഞ്ഞിട്ട് അയാൾ നിങ്ങളെ ബോധിപ്പിച്ചു തരും, വളരെ ലളിതമായ, സൗമ്യമായ, ദൃഢമായ ഭാഷയിൽ. ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ സ്വരാജിൽ നിന്നപ്പോൾ നിങ്ങളും അതുപോലെ മറ്റുള്ള മണ്ഡലങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടാവും സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. നിങ്ങൾക്ക് ആ സൗഭാഗ്യം വന്നിരിക്കുകയാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല. എതിർ കക്ഷികൾ പോലും ആഗ്രഹിച്ചു പോകും, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഒരിക്കൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രഗത്ഭനായ നേതാവ് KM ഷാജിയുടെ ഒരു പത്രക്കാരി പെൺകുട്ടി ചോദിച്ചു, മുസ്ലിം ലീഗിന് പുറത്തു നിന്ന് നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഏതെങ്കിലും ഒരാൾ കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആരായിരിക്കും? അതേ ചോദ്യം തന്നെ മറ്റൊരു പെൺകുട്ടി ഷാഫി ചാലിയത്തിനോട് ചോദിച്ചു. രണ്ടുപേർക്കും ഒറ്റ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ, M സ്വരാജ്. അതാണ് ഞാൻ പറഞ്ഞത്. എതിർപക്ഷത്ത് നിൽക്കുന്നവർ പോലും ആഗ്രഹിച്ചു പോകുന്ന വ്യക്തിത്വമാണ്. അതാണ് അയാളുടെ ശീലം, അതാണ് അയാളുടെ സ്വഭാവം. അകന്നു നിൽക്കുന്നവർക്കും അടിത്തട്ടിൽ കിടക്കുന്നവർക്കും അശരണർക്കും അദ്ദേഹം കൈകൊടുക്കും. ചേർത്ത് നിർത്തുകയല്ല, അദ്ദേഹം ചേർന്ന് നിൽക്കുകയാണ്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ് എനിക്ക് വോട്ട്. ഇവിടെ വോട്ടില്ല.
രാഷ്ട്രീയം പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക? ചിലത് കേൾക്കുമ്പോഴും കാണുമ്പോഴും. അതിനു മുമ്പ് ഞാനൊരു കഥ പറയാം. ഒരു നാടകത്തിന്റെ കഥ, ഒരു പെട്ടിക്കഥ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമമനുസരിച്ച്, അവരുടെ രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് റോഡുകളിൽ വാഹനങ്ങൾ പരിശോധിക്കുന്ന ഒരു പതിവുണ്ട്. 2 ദിവസം മുമ്പ് രാത്രി 11 മണിക്ക് കർട്ടൻ പൊങ്ങുന്നു, പോലീസ് റോഡിൽ നിൽക്കുന്നു, വരുന്ന വണ്ടികൾ പരിശോധിക്കുന്നു. അതിൽ MLA-മാരുടെ വണ്ടികളുണ്ട്, മന്ത്രിമാരുടെ വണ്ടികളുണ്ട്, MP-മാരുടെ വണ്ടികളുണ്ട്, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടികളുണ്ട്, നാട്ടിലെ പ്രഗത്ഭരായ വ്യവസായികളുടെ വണ്ടികളൊക്കെയുണ്ട്. എല്ലാം പരിശോധിക്കുന്നു. 2 മിനിറ്റ് നേരത്തെ പ്രക്രിയ. എല്ലാവരും തുറന്നു കാണിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടി പോകും. അപ്പോഴാണ് ചീറിപ്പാഞ്ഞ ഒരു ഇന്നോവ കാർ വരുന്നത്. വണ്ടി ചവിട്ടി നിർത്തുന്നു. അതിൽ നിന്ന് 2 യുവ നടന്മാർ പുറത്തിറങ്ങുന്നു. കോമഡി നടന്മാരാണ്, തമാശ നടന്മാരാണ്. വണ്ടി നിർത്തുന്നു, ഡിക്ക് തുറക്കാൻ പറയുന്നു. ധാർഷ്ട്യത്തോടെ ഡിക്ക് തുറക്കുന്നു. പെട്ടി എടുക്കണം. പെട്ടി എടുത്തു. പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ. ഏയ്, ഞങ്ങൾ പോയില്ല. നിങ്ങൾ ഈ പെട്ടി തുറന്ന് നോക്കി ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നാൽ മാത്രമേ ഈ പെട്ടിയും കൊണ്ട് ഞങ്ങൾ പോകൂ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നിരീക്ഷണം നടത്തുന്ന ഭാഗങ്ങളിൽ പോലീസുകാർക്ക് ഏറ്റവും CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, വരുന്ന വണ്ടികളൊക്കെ കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ, അതോ ഏതെങ്കിലും വണ്ടികൾ ഇവർ കെയർലെസ്സായി അല്ലെങ്കിൽ പരിശോധിക്കാതെ അനധികൃതമായി കടത്തിവിടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർ അത് വളരെ നിഷ്കർഷമായി പരിശോധിക്കും. ഒരിക്കലും ഒരു പോലീസുകാരനും ഡിക്കിക്കിരിക്കുന്ന പെട്ടി സ്വന്തം കൈ കൊണ്ടെടുത്ത് പുറത്ത് വെക്കില്ല. അവർ നിങ്ങളോട് പറയും, ഈ ഡിക്കിയിലിരിക്കുന്ന പെട്ടി നിങ്ങളെടുത്ത് പുറത്ത് വെക്കണം. നിങ്ങൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അവരത് തുറക്കില്ല. അവർ നിങ്ങളോട് പറയും, നിങ്ങളത് തുറന്ന് കാണിക്കണമെന്ന്. എന്താണ് കാരണമെന്നറിയാവോ? ഇവർ ഈ പെട്ടി തുറന്ന് അതിൽ നിന്ന് അനധികൃതമായി എന്തെങ്കിലും പുറത്തു വന്നാൽ പെട്ടിയുടെ ഉടമസ്ഥൻ പറയും, അത് ഞങ്ങളുടേതല്ല, പോലീസുകാരൻ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടതാണെന്ന് പറയും. നമ്മുടെ നാടാണ്, സംഭവിച്ചിട്ടുള്ളതാണ്. സംഭവിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുമുണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. സുരാജിന്റെ ബോർഡുകൾ അവിടെയൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ തുടരെയായി കാണുന്നൊരു ബോർഡ്, നല്ല നിലമ്പൂരിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കുക. 1 കണ്ടു, 2 കണ്ടു, 3 കണ്ടപ്പോൾ എനിക്ക് സംശയം. അപ്പൊ നിലമ്പൂർ ഇത്രയും കാലം മോശമായിരുന്നു, നല്ലതല്ലായിരുന്നു. അതെങ്ങനെ ശരിയാവും? തന്റെ പിതാവല്ലിയുടെ 35 വർഷം ഇവിടെ ഭരിച്ചത്. അദ്ദേഹത്തിന് നന്നാക്കാൻ പറ്റാത്തതാണോ ഇനിയിപ്പോ ഈ മോൻ വന്ന് നന്നാക്കാൻ പോകുന്നത്? അത് ഒരു അപ്പനും മോനും തമ്മിലുള്ള പ്രശ്നം, അത് നമുക്ക് വിട്ടേക്കാം. കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. രാജ്യം നമ്മുടെ മുന്നിൽ ചില കാലത്ത് ചിലരെ കൊണ്ടുവന്ന് നിർത്തിത്തരും. അവരെ നമ്മൾ ചേർത്ത് നിർത്തണം, അവരോടൊപ്പം നടക്കണം. അല്ലെങ്കിൽ നഷ്ടം നമുക്കാണ്. ഈ കാലം നിങ്ങൾക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്നത് സ്വരാജിനെയാണ്. അദ്ദേഹത്തെ ചേർത്ത് നിർത്തുക. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് നമുക്കതിന് സാധിക്കുക? അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന തീപാർന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, രാജ്യത്തിന്റെ നന്മകൾ, ഇതൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കോ വാചകമോ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടാവില്ലേ? തട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഇടതുപക്ഷ മുന്നണി വികസനത്തെക്കുറിച്ച് പറയുന്നു. കഴിഞ്ഞ 9 വർഷം, ഒരു ദശകമാകാൻ പോകുന്നു. ആ കാലത്ത് പിണറായി സർക്കാർ ചെയ്ത വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈഫ് മിഷനെ കുറിച്ച് സംസാരിക്കുന്നു, രാജ്യത്തെ റോഡ് വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, നാഷണൽ ഹൈവേ 66, വിഴിഞ്ഞം പദ്ധതി, ക്ഷേമ പെൻഷനുകൾ, ശുചിത്വ കേരളം, സ്കൂളുകൾ ഹൈടെക് ആക്കുന്നു, ആശുപത്രികൾ ഹൈടെക് ആക്കുന്നു. അവിടെ ഇങ്ങനെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് ചട്ടിയെക്കുറിച്ചും പെട്ടിയെക്കുറിച്ചുമാണ് പറയുന്നത്. കുറച്ചു മുമ്പ് ഇടുക്കിയിൽ നിന്നൊരു ചട്ടി, ഇപ്പോ നിലമ്പൂരിൽ നിന്നൊരു പെട്ടി. ഈ പെട്ടിയും ചട്ടിയും കാണിച്ച് വോട്ടർമാരെ പറ്റിക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് മൗഢ്യമാണ്.
പിണറായി വിജയൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു അണിവിടെ ചലിക്കില്ല അണികളും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും. അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തെങ്കിൽ സതീശൻ കൊട്ടിയടച്ച വാതിൽ രാത്രി 11 നേരത്ത് തലയിൽ മുണ്ടുമിട്ട് പോയി രാഹുൽ മാങ്കൂട്ടം തുറക്കില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ നിങ്ങളെ വകവെച്ചിട്ടുള്ളൂ നിങ്ങളുടെ താഴേക്കടയിലുള്ള നേതാക്കന്മാർ. ഒരു MLAക്ക് ഇത്രയും ധാർഷ്ട്യമാകാമെങ്കിൽ പെട്ടി പരിശോധിക്കുമെന്ന് പോലീസുകാരോട് നീ കണ്ടോ, നിന്നെ കാണിച്ചു തരാം, നിനക്കുള്ള പാരിതോഷികം ഞാൻ വീട്ടിലെത്തിച്ചു തരാമെന്ന് പറയാനുള്ള ധാർഷ്ട്യം അയാൾക്കുണ്ടെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാന മുഖ്യമന്ത്രിക്ക് എത്രമാത്രം ധാർഷ്ട്യമാവാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ രാജ്യത്ത് ഒരു ഭരണാധികാരിയും അവർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടുന്ന് പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല, ഇവിടെ MP ആയും MLA ആയും ഞങ്ങൾ വന്നത് പൊട്ടിമുളച്ചല്ലടോ, അത് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചതാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി, അല്ലാതെ നിങ്ങൾ പറയുന്നത് അനുസരിക്കാനല്ല നിങ്ങൾക്ക് വോട്ട് തന്ന് ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചങ്ങോട്ട് വിട്ടത്. ഞങ്ങളെ അനുസരിക്കാനാണ്, ഞങ്ങളെ സേവിക്കാനാണ്. ആ ബോധം മനസ്സിലുണ്ടാവണം. എനിക്ക് തൃപ്പൂണിത്തുറയിലാണ് വോട്ടെന്ന് പറഞ്ഞു. ആദ്യം 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഞാൻ സ്വരാജിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. സ്വരാജ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി, നല്ല റോഡുകൾ ഉണ്ടാക്കി, ഞങ്ങളുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഞങ്ങളുടെ സ്കൂളുകൾ നന്നാക്കി, ഞങ്ങൾക്ക് ഓഡിറ്റോറിയങ്ങൾ പണിതു തന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു. പക്ഷെ അടുത്തത് 2ാമത്തെ പിണറായി വിജയന്റെ 2ാമത്തെ ഇലക്ഷൻ സമയത്ത് എന്നെ കെ ബാബു വട്ടം ചുറ്റി അങ്ങ് പിടിച്ചു. എനിക്ക് അനങ്ങാൻ പറ്റിയില്ല, ഒന്നും പറയാൻ പറ്റിയില്ല. സ്വരാജിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി സംസാരിച്ചു. സ്വരാജ് തോറ്റു. അതൊരബദ്ധമായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ആ അബദ്ധത്തിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. സ്വരാജിനെ വോട്ട് ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. എൻ്റെ മുന്നിൽ നിൽക്കുന്നവർ, എന്നെ കേൾക്കുന്നവരെല്ലാം സ്വരാജിൽ തന്നെ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതല്ല വേണ്ടത്. കഥയറിയാതെ, വഴിയറിയാതെ, കള്ളക്കഥകൾ കേട്ട് വട്ടം ചുറ്റി അവിടെയും ഇവിടെയും അലയുന്ന ചില പാവങ്ങളുണ്ട്. അപ്പുറത്തുള്ളവർ പറയുന്ന വിടുവായത്തരം കേട്ടിട്ട് അതാണ് ശരിയെന്ന് ചിന്തിക്കുന്നവർ, അവർ പറയുന്ന ഭോഷ്കുകളും ആഭാസത്തരങ്ങളും കേട്ട് പിണറായി സർക്കാരിനെ വെറുത്ത് നടക്കുന്ന ചിലർ, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് 19-ാം തീയതി ഇലക്ഷൻ നടക്കുമ്പോൾ അവരെ കൊണ്ടുകൂടി സ്വരാജിന് വോട്ട് ചെയ്യിക്കണം. നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഓരോ കാലത്തും ഓരോ അപകട സമയത്തും നമ്മെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ആളാണ് സഖാവ് പിണറായി വിജയൻ. നമ്മൾ ഇതും കടന്നു പോകും, ഇതും നമ്മൾ തരണം ചെയ്യുമെന്ന് പറഞ്ഞ അദ്ദേഹത്തോടൊപ്പമല്ലാതെ കേരള ജനത ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്?